അപ്പോൾ ഇന്നത്തെ വീഡിയോ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ RCCB ട്രിപ്പ് ആവുന്നു ആ ഒരു പ്രശ്നം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ വഴിക്ക് തന്നെ RCCB ട്രിപ്പ് ആവുന്നു. ആ ഒരു പ്രശ്നമാണ് ഈ വീട്ടിൽ കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ വീട്ടിലത്തെ കറണ്ട് കംപ്ലീറ്റും പോകും. കാരണം RCCB ഓഫായി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് കറണ്ട് പോകും. പക്ഷേ അത് ഭയങ്കര തലവേദനയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ ഇങ്ങനെ മോട്ടർ ബോർവെൽ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ RCCB ട്രിപ്പ് ആവും എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വരുന്ന ലൈൻ നമ്മൾ ഡയറക്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ RCCB മോട്ടറിലേക്ക് വരുന്ന ലൈൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ആ ലൈനാണ് കേട്ടോ ഈ കാണുന്ന ഫേസ് ന്യൂട്രും നമുക്ക് ഈ മോട്ടറിലേക്ക് പോകുന്ന ലൈനാണ്. ഇത് സെപ്പറേറ്റ് DB എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെക്ക് ചെയ്യാനായിട്ട് മെട്രാവിയുടെ എർത്ത് ലീക്കേജ് ടെസ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എൻ്റെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ 40 മില്ലി ആംപിയറിലേക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 40 മില്ലിയിലേക്ക് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന RCCB എന്ന് പറയുന്നത് 30 മില്ലി ആംപിയർ ആയിരിക്കും. അപ്പോൾ അതുതന്നെ ആണോ എന്നുള്ളത് നോക്കുക, വീട്ടിലിപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ 30 മില്ലി ആംപിയറിൽ കൂടുതൽ വന്ന RCCB ട്രിപ്പ് ആവും. ഇപ്പോൾ നമ്മളിവിടെ 40 മില്ലി ആംപിയറിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മില്ലി ആംപിയറിന് ലീക്കേജാണ് ഇവിടെ പോകുന്നുള്ളത് നമുക്കിത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചു. പിന്നെ ക്ലാമ്പ് ചെയ്താൽ മാത്രം മതി, അതാണ് ഈ മീറ്ററിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത വഴിക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ OL എന്ന് കാണിക്കുന്നുണ്ട്, ഓവർലോഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മില്ലിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ അതായത് 40 മില്ലിയിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഓവർലോഡ് എന്ന് കാണിക്കുന്നു. ഇപ്പോൾ 400 മില്ലിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം, എത്ര ലീക്കേജ് കാണിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം 75 മില്ലി ആംപിയർ ലീക്കേജ് നമുക്കിവിടെ ഈ മോട്ടറിൽ, അതായത് എർത്തായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത വഴിക്ക് തന്നെ RCCB ട്രിപ്പ് ആവുന്നത്. പക്ഷേ മോട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. മോട്ടറൊക്കെ പഴയ പോലെ തന്നെ നല്ല പോലെ തന്നെ ഫോൾസ് വരുന്നുണ്ട്. മോട്ടറൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ എർത്ത് ലീക്കേജ് ഇങ്ങനെ ഇത്രയും ലോഡ് കൂടുതൽ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ RCCB ട്രിപ്പ് ആവുന്നത്. 30 മില്ലി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ട്രിപ്പ് ആവുകയും ചെയ്യും കേട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പല ആൾക്കും കാണാം പുതിയ മോട്ടർ വെച്ചവിടെയും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ പുതിയ മോട്ടറിൽ എത്ര ലീക്കേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ വെച്ചതാണ്. കാരണം 2-3 ദിവസമായിട്ടുള്ള ഒരു മോട്ടർ വെച്ചിട്ട്, ഇത് V-Guardൻ്റെ 1.5 HP മോട്ടർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഓൺ ചെയ്തപ്പോൾ ട്രിപ്പ് ആയിട്ടില്ല, കുഴപ്പമില്ല, നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പുതിയ മോട്ടർ വയ്ക്കുമ്പോൾ RCCB ട്രിപ്പ് ആവാത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മില്ലി ആംപിയർ ലീക്കേജ് പോകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്കിതിൽ എത്ര ലീക്കേജ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 20 മില്ലി ആംപിയർ, ഇതിൽ തന്നെ 20 മില്ലി ആംപിയർ ലീക്കേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം 30 മില്ലി പോയി കഴിഞ്ഞാൽ ട്രിപ്പ് ആവും. ഇപ്പോൾ ഇവിടെ RCCB 30 മില്ലി ആംപിയർ കൊണ്ട് ഇവിടെ അത്രയും കുറവാണ് നമ്മുടെ ലീക്കേജ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ട്രിപ്പ് ആവില്ല. പക്ഷേ നമ്മളിത് വീട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുതിയ മോട്ടർ വെച്ച് ട്രിപ്പ് ആവുമെന്ന് പറയുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ 10 ആംപിയർ കൂടുതൽ മില്ലി ആംപിയർ ലീക്കേജ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ മോട്ടർ വയ്ക്കുമ്പോൾ പുതിയ മോട്ടറിൽ ഇത്രയും ലീക്കേജ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ 30 മുകളിൽ പോവും, ട്രിപ്പ് ആവും. അതായിരിക്കും നമ്മൾ പുതിയ മോട്ടർ വയ്ക്കുമ്പോഴും RCCB ട്രിപ്പ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും ലീക്കേജ് നമ്മൾ ഈ വീട്ടിൽ കാണിക്കുന്നുള്ളത് നമുക്ക് അറിയാം. അതായത് ചിലപ്പോൾ മോട്ടറിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്ലീവ് പോയി വയർ ഇൻഡക്ഷൻ കാര്യങ്ങൾ കൂടുതൽ വരും. ഇത് റീവൈൻഡിങ് ചെയ്ത ഒരു മോട്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ റീവൈൻഡിങ് ചെയ്തതുകൊണ്ട് ഇൻഡക്ഷൻ കൂടുതൽ കാണിക്കുന്നുണ്ട്. പുതിയ മോട്ടറിൽ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഒട്ടുമിക്ക പഴയ മോട്ടറിലും ഇങ്ങനെ കൂടുതൽ വരാൻ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്ത് വയ്ക്കണം എന്താ വെച്ചാൽ DLCB ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിനെന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ നമ്മൾ ഇത്രയും കൂടുതൽ ലീക്കേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം 100 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ഉള്ള ഈ RCCB നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ RCCB വെക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ
സേഫ്റ്റി ഇല്ല. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു മില്ലി ആംപിയർ എന്ന് പറയുന്നത് 30 മില്ലി ആംപിയറാണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അപ്പോൾ ഈ ഒരു RCCB വെക്കുന്നതുകൊണ്ട് മോട്ടറിന് മാത്രമേ സേഫുള്ളൂ, നമുക്കൊരു യാതൊരുവിധ സേഫും ഇല്ല. അപ്പോൾ മിക്കവാറും അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.